സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു കുഞ്ഞ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് തണൽ എന്ന സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഭാഗ്യമെന്ന വാക്ക് തന്നെ ഞാനിവിടെ ബോധപൂർവം ഉപയോഗിക്കുന്നു. കാരണം അതിൽ പങ്കെടുക്കുക, അതിനൊരു അവസരം കിട്ടുക തന്നെ ഒരു ഭാഗ്യമാണ്. തണൽ എന്ന സംഘടന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കും മുതിർന്ന രോഗികൾക്കും, ശാരീരിക അവശത അനുഭവിക്കുന്ന രോഗികൾക്കും വർഷം തോറും സാമ്പത്തിക സഹായം നൽകുന്നു. നിശബ്ദമായി പ്രവർത്തിക്കുന്ന, ആഡംബരങ്ങളോ ആരവാരവങ്ങളോ ഒന്നും കാട്ടാതെ നിശബ്ദമായി സമൂഹ സേവ ചെയ്യുന്നൊരു സംഘടനയാണ് തണൽ. ഏതാണ്ട് 9 വർഷമായി ഈ സംഘടന നിശബ്ദം പ്രവർത്തിച്ചു വരുന്നു. അതിൻ്റെ സെക്രട്ടറി, മുൻ സൈനികൻ ശ്രീ വിജയകുമാർ സാറാണ് പലപ്പോഴും ഈ സമ്മേളനത്തിലേക്ക് എന്നെ നേരിട്ട് ക്ഷണിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഘടനാ പാഠവും മറ്റ് പ്രവർത്തകരുടെ ആത്മാർത്ഥതയും സമർപ്പണവും ഒക്കെ അഭിനന്ദനമർഹിക്കുന്നു. തക്കല ആസ്ഥാനമായാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. നിങ്ങളിൽ പലരും കേട്ടിരിക്കാം, സുഹൃത്തുക്കൾ വഴിയും മറ്റും കേട്ടിരിക്കാം. നിശബ്ദമായി, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിശബ്ദമായി ഭംഗിയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് തണൽ. ഈ വർഷത്തെ മുഖ്യ അതിഥി ശ്രീ സുബ്രഹ്മണ്യപിള്ള എന്ന മഹാപണ്ഡിതനാണ്. ചരിത്ര വിഷയങ്ങളിലൊക്കെ അവഗാഹജ്ഞാനമുള്ളൊരു പണ്ഡിതനാണ് അദ്ദേഹം. പല ഉയർന്ന സ്ഥാനങ്ങളും അദ്ദേഹം മുമ്പ് അലങ്കരിക്കുകയുണ്ടായി. ചരിത്രത്തിൻ്റെ, നാമൊക്കെ അറിയുന്ന, മനസ്സിലാക്കുന്ന, വായിക്കുന്ന, പഠിച്ച ചരിത്രമൊക്കെ കെട്ടിച്ചമച്ചതാണ്, ഒരു പരിധിവരെ കെട്ടിച്ചമച്ചതാണ് ഇംഗ്ലീഷുകാരുടെയും മറ്റും ഭരണകാലത്ത് എന്ന് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ വിശദമായി ഉദാഹരണ സഹിതം വിവരിക്കുകയുണ്ടായി. അത് വേദിയിലിരുന്ന പലർക്കും അതൊരു കനപ്പെട്ട അറിവാണ്, ചിലർക്കെങ്കിലും പുതിയ അറിവാണ്. നമ്മുടെ ചരിത്രത്തിലെ പാളിച്ചകളെക്കുറിച്ച് നാമൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ദേശ ചരിത്രത്തിലും സാമൂഹ്യ മതപരമായ അല്ലെങ്കിൽ മറ്റ് ചരിത്രങ്ങളിലൊക്കെ ഒരു ട്വിസ്റ്റിൻ്റെ, ഒരു കെട്ടിച്ചമയ്ക്കലിൻ്റെ അംശമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. എങ്കിൽ പോലും ഈ മഹാപണ്ഡിതൻ്റെ ആ സംഭാഷണത്തിലൂടെ, ആ പ്രഭാഷണത്തിലൂടെ വിശദമായി, ആധികാരികമായി, ഉദാഹരണ സഹിതം കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ തുടർന്ന് സാമ്പത്തികമായി പിന്നിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠന ഉപകരണ സഹായം, സാമ്പത്തിക സഹായം, പിന്നെ മുതിർന്നവരായ രോഗം കൊണ്ട് അവശത അനുഭവിക്കുന്നവർക്കുള്ള സാമ്പത്തിക സഹായമൊക്കെ നൽകുകയുണ്ടായി. ധാരാളം ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ളവർ ഈ സമ്മേളനത്തിൽ പങ്കുകൊള്ളുകയുണ്ടായി. 9 വർഷമായി, ഏതാണ്ട് 9 വർഷമായി ഈ സംഘടനയുടെ പ്രവർത്തനം നിശബ്ദം, ആഡംബരങ്ങളോ കൊട്ടിഘോഷങ്ങളോ ഇല്ലാതെ നടന്നു പോകുന്നു. ഇതിൽ പ്രവർത്തിക്കുന്നവരുടെ ആ ഒരു സമർപ്പണ മനോഭാവം, ആത്മാർത്ഥത, ഇതൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സുഹൃത്തുക്കളെ, ഈ സംഘടനയെക്കുറിച്ച് മനസ്സിലാക്കാത്തവർ, തക്കലാസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയെക്കുറിച്ച് അറിയാത്തവർ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ബന്ധപ്പെട്ട
ഉത്തരവാദിത്വപ്പെട്ട ചുമതല വഹിക്കുന്നവരുമായിട്ടൊക്കെ സഹകരിക്കുക. ഏതായാലും തണൽ എന്ന സംഘടനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഒരു നന്മയായി തന്നെ കരുതുന്നു. ഒപ്പം ആ ചരിത്ര പണ്ഡിതനിൽ നിന്നും കുറേ അറിവുകളും, എത്രയോ തടിച്ച പുസ്തകം വായിച്ചാൽ കിട്ടുന്ന അറിവുകൾ ഏതാണ്ട് 1 മണിക്കൂർ ദൈർഘ്യമുള്ള പ്രഭാഷണത്തിലൂടെ വേദിയിലുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പ്രതികരിക്കുക സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം.